എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ന്യൂ ടയർ വേൾഡ് താവം. ഇവിടെ നമ്മൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ലാന്ന്. അപ്പോൾ ഞാൻ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മളെ ന്യൂ ടയർ വേൾഡ് താവം. ഇവിടെ നമ്മളിപ്പോൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ തുണി, നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റിയറിംഗ് ആണ്. ഇത് നമ്മളെ കവർ ടൈപ്പ് ക്ലിപ്പ് നമ്മൾ ഇട്ടെടുക്കുന്ന മോഡൽ. ഇത് അത്ര പോരാത്തതുകൊണ്ട് ഇത് സ്റ്റിച്ചിങ് ടൈപ്പാണ്, ലെതറിൽ സ്റ്റിച്ച് ചെയ്യുന്ന ടൈപ്പാണ് ഈ സാധനങ്ങൾ. ഇതിൽ കുറച്ച് കളർ ഉണ്ട്, ബാക്കിയൊക്കെ തീർന്നിട്ടുള്ള. ഇപ്പോൾ ഏകദേശം അതാ ഒരു റെഡിൽ ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ചിൽ ബ്ലാക്ക്, ബ്രൗണ്, ബീജ്, ടാന് കളർ, അങ്ങനെ കുറേ കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ റെഡിൽ ബ്ലാക്കാണ് ഞാൻ എൻ്റെ വണ്ടിക്ക് ഇടാൻ പോകുന്നത്. ഞാൻ ഇടാൻ പോകുന്നത് നമ്മളെ റെഡ്സിലാണ് ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നും ഇതിൻ്റെ നൂലാണ് കേട്ടോ. ഇതിൻ്റെ നൂലും കാര്യങ്ങളൊക്കെയാണ്, ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യലുന്നത്. അപ്പോൾ നേരെ നമുക്ക് വണ്ടിയിലേക്ക് പോകാം. ഞാൻ എടുത്ത ഐറ്റം കണ്ടല്ലോ, സാധനം ഒരു ഏകദേശം ഈ ലെങ്ത്തിലുണ്ടാവും. ഇങ്ങനെ റൗണ്ടായിരിക്കും, റൗണ്ട് ലെങ്ത്തിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സാധനം കൊള്ളാം, നല്ല ലെതറാണ്, നല്ല അടിപൊളി ലെതർ വിത്ത് ഹോള്, കുഴപ്പമില്ല. നല്ല കാണാൻ ഒരു ക്വാളിറ്റി ഐറ്റം തന്നെയാണ്. ഇതിൽ കുറേ ക്വാളിറ്റി വരുന്നുണ്ട്, ലോക്കലൊക്കെ ഉണ്ട്. ലോക്കൽ എനിക്ക് കാണിച്ചു തന്നെ, ലോക്കൽ നമ്മളിതാ ഇവിടെ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതൊരു താല്പര്യമില്ലാത്ത മോഡൽ. പ്ലെയിനാണ് കേട്ടോ, പ്ലെയിൻ സ്പോഞ്ചി ടൈപ്പ്. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വേറെ ഉണ്ട്, ഇഷ്ടംപോലെ ടൈപ്പ് ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതായതുകൊണ്ട് ഞാൻ അതെടുത്ത്. അതാണ് കുറച്ചും കൂടി നല്ല ടൈപ്പും തോന്നി. ഇതൊന്നുമില്ല, ഇത് പ്ലെയിനാണ്. ഇതൊക്കെ പ്ലെയിൻ ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇതൊന്നും വേണ്ട വെച്ച്. അതുകൊണ്ടാണ് ഞാൻ ആ ടൈപ്പ് എടുത്തത്. നമുക്കിതെങ്ങനെ വണ്ടിയിലിടാമെന്നും എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നും. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ പേരാണ് സ്പൈഡർ സ്റ്റിച്ചിങ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സ്റ്റിയറിംഗ് കവർ, നമ്മളെ വണ്ടിയിൽ സ്റ്റിയറിംഗ് കവർ ഇട്ടിട്ടുണ്ട്. നാസർ ഭായി ഒരു സെക്കൻഡ് ലേറ്റ് ആയിപ്പോയി ഞാൻ വന്നപ്പോൾ. അപ്പോൾ അവിടെ ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ട്, രണ്ടാമത്തെ സ്റ്റിച്ച് തൊട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതൊരു കലയാണ്, കുറച്ച് റിസ്കി പരിപാടിയുമാണ്. ഇതിൽ ഓരോ ഗ്യാപ്പുണ്ട് ഈ സൈഡിൽ. ഇതിന് ഗ്യാപ്പല്ല, ഈ നൂലിൻ്റെ ഇടയ്ക്കേ കൂടി അല്ലേ, ഈ നൂലിൻ്റെ ഇടയിലേ കൂടി അപ്പുറം ഇപ്പുറം ഇട്ട് വലിക്കണം. ഇടുന്ന പോലെ ഇട്ടിട്ടേ വലിച്ചാലേ കാര്യം നടക്കുള്ളൂ. നേരം ഇട്ടുകഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവൂല. നേരെ ഇട്ടതിനാ നേരെയുള്ളതാവും, വെലിങ്ങനെ ഇട്ടതിനാ സ്പൈഡർ ആവും, ചെരിച്ചിട്ടതിനാ എക്സ് ആവും, ഇല്ലെങ്കിൽ വൈ ആവും. ഇതാണ് സ്പൈഡർ സ്റ്റിച്ച്. സ്റ്റിച്ച് ചെയ്ത് വരുന്നതാ ഇങ്ങനെ ആയിട്ട് വരും. നമുക്ക് കാണിക്കാം. ഏകദേശം ഒരു 40-45 മിനിറ്റ് വേണം അല്ലേ തീർക്കാൻ? യെസ്, ഓഫ് കോഴ്സ്. ഒരു മണിക്കൂർ 45 മിനിറ്റ് മാക്സിമം. 45 മിനിറ്റാണ് ഒരു വണ്ടിൻ്റെ സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള സമയം. ഓരോ മെറ്റീരിയലിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ആവും കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, നല്ല നല്ല മെറ്റീരിയലാണ്, പെട്ടെന്ന് തീർക്കാം. ആ, ഓരോ ഇതുപോലെ സാധനം കണ്ടല്ലോ, അടിപൊളി സ്റ്റിച്ച് ആയിട്ട് വരുന്നുണ്ട്. ഇതിങ്ങനെ എക്സ് ടൈപ്പിൽ ഇങ്ങനെ വരും, ഫുള്ള് തീർക്കും. നമ്മളിപ്പോൾ ഇതിൻ്റെ എൻഡ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു എൻഡ് ഉണ്ടാവും, ആ എൻഡ് ഇവിടെ കൊടുത്ത് അതാ ഇതിലങ്ങ് പോയിക്കോളും. ബാക്കി ഞാൻ സ്റ്റിച്ചിങ് ഏതെങ്കിലും ഒരു പകുതി കത്തിട്ട് എന്നിട്ട് വരാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/4 15% 20% ആയിട്ടുണ്ട്. ഇനി ബാക്കി ഇത്രയും ഉണ്ട്. അതാണ് പ്രശ്നം, ടൈമിംഗ് ആണ് പ്രശ്നം. ഞാൻ ഒന്നുകൂടി ഇപ്പോൾ നല്ല വൃത്തി കാണിച്ചു തരാം ഇതെങ്ങനെ സ്റ്റിച്ചിങ് എന്ന് കണ്ടോളൂ. നേരത്തെ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് അവിടെ ഇവിടെ നൂലൊക്കെ കൊടുക്കുമ്പോൾ മനസ്സിലാവില്ല, ഇത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഇതിലേ കൂടി ഇടാം, തിരിച്ചതിലേ കൂടി എടുക്കാം. നൂല് കൊടുക്കാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നൂല് കൊടുക്കും ഇടക്കിടക്ക്, അതാണ് പ്രശ്നം. അതാകുമ്പോൾ ടൈമിങ് കുറച്ചും കൂടി സമയം പിടിക്കും. പിന്നെ അത് കെട്ടയക്കണം, അത് കെട്ടയക്കാൻ ഒരു സെക്കൻഡ് പിടിക്കും, സമയം പിടിക്കും. ശ്രദ്ധിച്ച് ചെയ്താൽ പ്രശ്നമില്ല. ഇത് സ്പീഡായിട്ട് തുന്നുന്ന ആൾക്കാരുണ്ട്, പ്രൊഫഷണൽസ്, കിങ്സ്. സ്പീഡായിട്ട് തുന്നുമ്പോൾ ലൂസ് അധികം വല്ലാണ്ട് ഉണ്ടാവും. അതിനനുസരിച്ച് തുന്നുമ്പോൾ കറക്റ്റായിട്ട് ഫിനിഷിങ്ങിൽ വരും, ടൈറ്റാക്കി എടുക്കും. അതാണ് മെയിൻ കാര്യം. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫിനിഷിംഗ് ആണല്ലോ. അതാണ് സ്റ്റിയറിംഗ് കവർ അങ്ങനെ മതി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പ്രശ്നമില്ല. ഇങ്ങനെ അടിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുക. അത് വിചാരിച്ച് എനിക്കിങ്ങനെ ലോക്കലാക്കി തരണ്ട, നല്ല വൃത്തിക്ക് തന്നെ അടിച്ചോ. അതാണ് ഞാൻ AC ഇട്ട് കൊടുത്ത് വണ്ടിയിൽ ഇരുത്തിക്കുന്നു. ചിന്തിക്കണം എൻ്റെ രോദനം. ഒരു എൻഡ് കഴിഞ്ഞ് മറ്റൊരു എൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എൻഡിൽ നിന്ന് എങ്ങനെ മാറ്റി അപ്പുറത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ, ഇവിടെ സ്റ്റിച്ചിങ് മൊത്തം തീർത്തതിന് ശേഷം ബാക്കിലേക്ക് കൂടി നൂല് കട്ട് ചെയ്യൂല, നൂല് കട്ട് ചെയ്യാണ്ട് ബാക്കിലേക്ക് കൂടി കൊണ്ടുവരും.
എന്നിട്ട് അവിടുന്ന് തുടങ്ങും രണ്ടാമത്. അതാ എന്നിട്ട് ഇവിടെ ടൈറ്റ് ആക്കാൻ തുടങ്ങും. കാണിച്ചു തരാം. സിമ്പിൾ ആൻഡ് പവർഫുൾ ഐഡിയാസ്. കണ്ടോളൂ. ഇങ്ങനെയാണ് ഓരോ ജോയിൻറ്റിൽ നിന്ന് എടുക്കൽ. എന്നാൽ ബാക്കിലേക്ക് കൂടിയാണ് ഈ സാധനം കൊണ്ടെടുത്ത്, മുന്നിലേക്ക് കൂടി എടുക്കില്ല. അത് നൂലവിടെ കെട്ടാനും ചെയ്യില്ല. ബാക്കിൽ നിന്ന് ഇട്ടിട്ട് രണ്ടാമത് ഇങ്ങോട്ടേക്ക് എടുക്കും. ഈ കൈ എന്താ വെച്ചാൽ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് വെക്കുന്നതാണ്. പവർഫുൾ പീപ്പിൾ കം ഫ്രം പവർഫുൾ പ്ലേസ്. ടൈമാണ് പ്രശ്നം. സമയം. അപ്പോൾ ഗായ്സ് നമ്മളെ സ്റ്റിച്ചിങ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് മൊത്തം. അപ്പോൾ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞ് ലാസ്റ്റ് അതിന് ടൈയിട്ട് കെട്ടലാണ്. ടൈയിട്ടല്ല, ഞോക്കിട്ട് കെട്ടല്. പിന്നെ ബേൺ ചെയ്യാനുണ്ട്. എടുത്തൊന്ന് തീയിട്ട് കത്തിക്കാനും ഉണ്ട് ഈ സാധനം. ഇപ്പം ലോക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റത്തെ ലോക്ക് കയറ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാണ്ട് വേറൊന്നും മനസ്സിലായിട്ടില്ല. ലോക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മുറിക്കണം, തീയിട്ട് കത്തിക്കണം. അതാണ് അടുത്ത പരിപാടി. എത്ര നൂലും ബാക്കിയുണ്ട്. താങ്ക് യു. ഇതാണ് ഇതിൻ്റെ നൂലും കാര്യങ്ങളൊക്കെ. ഇതിനാണ് അടുത്ത പരിപാടി. അടിച്ച് AC കൊള്ളുന്നുണ്ട്. പട്ടക്കളവും ചമാലും. അടുത്താണ് നമ്മളെ തീയിട്ട് കത്തിക്കൽ പരിപാടി. എന്നാൽ അതിൻ്റെ നൂലൊക്കെ ചിലപ്പോൾ പൊന്തി നിൽക്കുന്നുണ്ടാവും. അതൊക്കെ കത്തിച്ച് കളയുന്ന പരിപാടിയാണിത്. എന്ന് പറഞ്ഞാൽ ആ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. വൃത്തിയുടെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ പൊന്തിക്കിടക്കുന്ന നൂലല്ലേ, അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി. ലൈറ്ററിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ദീപട്ടെ എത്തിക്കുന്നുണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ. സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ പൊന്തി വെക്കുന്നുണ്ടാവും. അതാണ് ഇപ്പോൾ കത്തിച്ച് കളഞ്ഞത്. അപ്പോൾ ആ പരിപാടി അങ്ങ് തീർന്നു. നമ്മളെ പണി മൊത്തം തീർന്നിട്ടുണ്ട്. സാധനം സെറ്റായി അടിപൊളിയായിട്ട് ഇതാ നല്ല കിടൽ ലുക്കിൽ നല്ല ഫിനിഷിൽ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുത്ത്. അടിപൊളി സാധനം, കൊള്ളാം. കമ്പനി സ്റ്റാറിങ് ഏകദേശം ഇതുപോലെ തന്നെ വരിക. സ്റ്റിച്ചിങ് എല്ലാം കമ്പനി പിന്നെ ഇപ്പം ചെയ്യുന്നില്ല എന്നുള്ളൂ. അടിപൊളി. നമ്മളെ പണി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 900 രൂപ വരും സ്റ്റിയറിങ്ങിന്. പിന്നെ ഫിറ്റിംഗ് ചാർജ് ഏകദേശം ഒരു 10-250 രൂപ അടുത്തോളം വരും. 250 രൂപ ഏസിന്റെ പെട്രോളിന്റെ വില, അതും കൂടി കൂട്ടിക്കോ. അതില്ലാണ്ട് പണിയെടുക്കൂല ഇപ്പൊ ചൂടത്ത്. അപ്പൊ അടുത്ത് കോൺസെൻട്രേഷൻ കിട്ടില്ല, അതാണ് ഉദ്ദേശം മൂപ്പര്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നേരെ. ബൈ ബൈ.